തെരഞ്ഞെടുപ്പിന് സജ്ജരായി പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിച്ചാൽ കോഴിക്കോട്ട് MT രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ് റാം മുഹമ്മദ്, നിലവിൽ വയനാട്ടിലാണിപ്പോൾ ഈ പട്ടികയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരുള്ളത്. നേരത്തെ അത് കോഴിക്കോട് എന്നാണ് കേട്ടിരുന്നത്. ഒപ്പം മറ്റ് ഇടങ്ങളിൽ ഏറ്റവും സ്റ്റാർ മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരത്തെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിലെ പേര് വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? BJPയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അധികം വൈകാതെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വയനാട് മണ്ഡലത്തിൽ ഒരു വലിയ മത്സരം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കൂടി അങ്ങോട്ടേക്ക് വന്നാൽ പ്രമുഖരായ ഒരു നേതാവിനെ അങ്ങോട്ടേക്ക് രംഗത്തിറക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ BJPയിൽ നിന്ന് ലഭിച്ചിരുന്നു. BDJSൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും, ഏതായാലും ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സാധ്യതാ പട്ടിക വിരൽ ചൂണ്ടുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് വയനാട്ടിൽ കേൾക്കുന്നു. അലക്സ്, എൻ്റെ ചോദ്യം കേട്ടിരുന്നോ? അനുജ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ചോദ്യം വ്യക്തമായില്ല. അതായത് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നേരത്തെ നമ്മൾ ചില പേരുകളൊക്കെ കേട്ടിരുന്നു, അതേപോലെ തന്നെ സാധ്യതാ പട്ടികയിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കോഴിക്കോട് എന്നതിന് പകരം വയനാട്ടിൽ കേൾക്കുന്നു. വയനാട്ടിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. തലസ്ഥാനം സ്റ്റാർ മണ്ഡലമാണ്. അവിടുത്തെ ഏത് പേരുകളിലേക്കാണ് ഇപ്പോൾ ഈ പട്ടിക എത്തിയിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകളുണ്ടോ? അനുജ, ശോഭാ സുരേന്ദ്രന്റെ പേര് കോഴിക്കോടിന് പുറമെയാണ് വയനാട് കൂടെ കേൾക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ വിജയിക്കുക, അതല്ല എങ്കിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, വോട്ടിംഗ് ശതമാനം ഉയർത്തുക എന്ന നിർദ്ദേശമാണ് കർശനമായി പറഞ്ഞിട്ടുള്ളത്. അത് ബാധിക്കാൻ സംസ്ഥാന നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ കരുത്തരെ രംഗത്തിറക്കാൻ തന്നെയാണ് ആദ്യ ഘട്ടം മുതൽ BJP ആലോചിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവും പുരോഗമിച്ചത്. പലയിടങ്ങളിലും ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ നോക്കി കരുത്തര രംഗത്തിറക്കുന്ന തരത്തിലാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് പോയത്. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരിലേക്ക് എത്തുന്നതും അവിടെ ശോഭാ സുരേന്ദ്രൻ എത്തി ഈ പ്രവർത്തനങ്ങളിലേക്കടക്കം കടക്കുന്നതും അങ്ങനെയാണ്. അവർ മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധിച്ചാൽ. പക്ഷേ ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ കൂടി ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ BDJSൽ നിന്ന് BJP ആ സീറ്റ് എടുക്കുകയും BJPയുടെ തന്നെ സംസ്ഥാനത്തെ ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് പാർട്ടി പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ആനി രാജയെ കഴിഞ്ഞ ദിവസം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ശക്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ എത്തേണ്ടതിൻ്റെ ആവശ്യകത പാർട്ടി BJP ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് വയനാട് കൂടി പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ പ്രധാനമായി ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, കോഴിക്കോടും വയനാടും. ഇനി വയനാട് മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയെങ്കിൽ കോഴിക്കോട് മണ്ഡലത്തിലേക്ക് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് എത്തും. MT രമേശിൻ്റെ പേര് ഇപ്പോൾ വടകര മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേര് MT രമേശിൻ്റെതാണ്. MT രമേശ് അങ്ങനെയെങ്കിൽ കോഴിക്കോട് മത്സരിക്കാൻ സാധ്യതയുണ്ട്. MT രമേശിനെ കൂടാതെ വടകരയിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് കാരണം പ്രഫുൽ കൃഷ്ണനാണ്. ഒപ്പം ഉറപ്പിച്ച സീറ്റുകൾ മത്സരിക്കാൻ ഏറെക്കുറെ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായി ഉറപ്പായ സീറ്റുകൾ ആറ്റിങ്ങലും തൃശ്ശൂരും പാലക്കാടും ഒപ്പം പത്തനംതിട്ടയും ഒക്കെയാണ്. ആറ്റിങ്ങലിൽ V മുരളീധരൻ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും. പാലക്കാട് C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് C കൃഷ്ണകുമാർ. അപ്പം കാസർഗോഡ് മണ്ഡലത്തിലാകട്ടെ PK കൃഷ്ണദാസ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസിൻ്റെ പേരിനാണ് കാസർഗോഡ് മണ്ഡലത്തിൽ മുൻതൂക്കമുള്ളത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ BJPയിലേക്ക് എത്തിയ PC ജോർജിൻ്റെ പേരാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. പത്തനംതിട്ടയിൽ ആദ്യ അവസരം വരെ നേരത്തെ പരിഗണിച്ചിരുന്നത് കുമ്മനം രാജശേഖരൻ്റെ പേരായിരുന്നു. അതിനുശേഷം കുമ്മനത്തിൻ്റെ പേര് കൊല്ലത്തായിരുന്നു പരിഗണിച്ചത്. കൊല്ലത്ത് കുമ്മനത്തിനൊപ്പം അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് PB ഗോപകുമാറിൻ്റെ പേരും കൊല്ലത്ത് പരിഗണനയിലുണ്ട്. കുമ്മനത്തെ മറ്റെവിടെയെങ്കിലും മത്സരിപ്പിക്കണമോ എന്നുള്ള കാര്യം പാർട്ടി ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അനുജ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. തിരുവനന്തപുരം അവരുടെ സ്റ്റാർ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, ഏറ്റവും ഒടുവിൽ സസ്പെൻസോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് BJP ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പല പേരുകൾ BJP പട്ടികയിൽ മാറി മാറി വന്നിട്ടുണ്ട്. BJPയുടെ ജില്ലാ ഘടകം BJP സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ ചില മാധ്യമങ്ങളെങ്കിലും
ശോഭനയുടെ പേരൊക്കെ പുറത്തുവിടുന്നുണ്ടല്ലോ. അത്തരത്തിലേക്ക് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നതായി അറിയാമോ? അനുജ, കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുമായി BJP ചർച്ച നടത്തുന്നുണ്ട്. അത് തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് മാത്രമല്ല, പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ചാലക്കുടിയിൽ മേജർ രവി മത്സരിക്കും എന്നൊരു വിവരം വരുന്നുണ്ട്. ആ മേജർ രവിയുടെ പേര് ചാലക്കുടി മണ്ഡലത്തിലുണ്ട്. സമാനമായി തന്നെ കലാരംഗത്തെ പ്രമുഖർ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുമൊക്കെയായി BJP ചർച്ച നടത്തുന്നുണ്ട്. അത് വളരെ നേരത്തെ തന്നെ ആരംഭിച്ച ചർച്ചയാണ്. പക്ഷേ ശോഭനയുടെ കാര്യം പാർട്ടി ഔദ്യോഗികമായി സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശോഭനയോ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ തന്നെയാണത്. രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ട്, നിർമ്മല സീതാരാമന്റെ പേരുണ്ട്. ഇനി ഒരുപക്ഷെ ഏറ്റവും അവസാനം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചകൾ, അതായത് ഈ സാംസ്കാരിക മേഖലയിലെയും കലാമേഖലയിലെയും പ്രമുഖരുമായി നടത്തുന്ന ചർച്ചകളിൽ എത്രത്തോളം വിജയം കാണും എന്നുള്ള കാര്യം BJPക്ക് ഇനിയും ഒരുക്കമല്ല. ശോഭനയൊക്കെ നേരത്തെ BJPയുടെ ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം വന്ന ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്തരം ആശയവിനിമയം കേന്ദ്ര നേതൃത്വം ഇത്തരം സാംസ്കാരിക നായകരുമായും അതുപോലെ സാംസ്കാരിക മേഖലയിലുള്ളവരുമായും നടത്തുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച്. കാരണം കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമായി അവർ കണക്കുകൂട്ടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കവും പ്രവർത്തനവുമാണ് നടത്തുന്നത്. ഇനി സംസ്ഥാന നേതൃത്വം ഒരു പട്ടികയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചാൽ പോലും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൂടി അതിൽ പ്രധാനമാണ്. കാരണം നാളെ ഡൽഹിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ദേശീയ നേതൃത്വവുമായി സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച ചർച്ചകൾ നടത്തും. അതിനുശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ രൂപമാകുക. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ പ്രധാനമാണ്. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഒന്ന്, ന്യൂനപക്ഷങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി സാമുദായിക സമവാക്യങ്ങൾ അവർക്ക് മുഖവിലേക്ക് എടുക്കേണ്ടി വരും. വനിതാ പ്രാതിനിധ്യം മുഖവിലേക്ക് എടുക്കേണ്ടി വരും. യുവാക്കളുടെ പ്രാതിനിധ്യം മുഖവിലേക്ക് എടുക്കേണ്ടി വരും. അതൊക്കെ നോക്കിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലോട് കൂടിയായിരിക്കും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അത് 29 അതിനുശേഷമോ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഇതിൽ ഒരു കാര്യം കൂടി അലക്സ്, K. സുരേന്ദ്രൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മത്സര സാധ്യത? കഴിഞ്ഞ ദിവസം ആ തരത്തിലേക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ മത്സരിക്കാൻ ഉണ്ടാവുകയില്ല എന്നും, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് കൂടി പരിഗണനയിലുണ്ട് എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുമ്പോൾ അതിന്മേൽ എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം? PC ജോർജിലേക്ക് എല്ലാ നേതാക്കൾക്കും അത്ര താല്പര്യമില്ല എന്ന തരത്തിലേക്കായിരുന്നല്ലോ റിപ്പോർട്ട്. തീർച്ചയായും അനുജ, പത്തനംതിട്ട മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനെയാണ് പാർട്ടി ആദ്യമേ കരുതിയിരുന്നത്. കുമ്മനം രാജശേഖരൻ്റെ പേരിലേക്കാണ് പാർട്ടി എത്തിയതും. കാരണം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അത് പാർട്ടിക്ക് ഗുണകരമായി മാറണമെങ്കിൽ കുമ്മനം രാജശേഖരനെ പോലൊരു നേതാവ് അവിടെ എത്തണമെന്നാണ് പാർട്ടി മുഖവിലേക്ക് എടുത്തിരുന്നതും കണക്കാക്കിയിരുന്നതും. കാരണം K. സുരേന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. K. സുരേന്ദ്രൻ മത്സരത്തിന് താൻ ഒരുക്കമല്ല എന്നുള്ള കാര്യം BJP ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് ഏറെക്കുറെ അവിടെ ഉറപ്പായതുമാണ്. അതിനുശേഷമായിരുന്നു PC ജോർജിൻ്റെ പാർട്ടിയിലേക്കുള്ള എൻട്രി. സ്വാഭാവികമായി PC ജോർജ് BJP സംസ്ഥാന നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചത് ലോക്സഭാ സീറ്റ്, പത്തനംതിട്ട ലോക്സഭാ സീറ്റ് തന്നെയാണ്. ആ തരത്തിൽ PC ജോർജിന് വേണ്ടി അത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അവർക്കിടയിൽ ഒരു ആലോചനയും ചർച്ചയും. പക്ഷേ അതിന് BJPയുടെ സംസ്ഥാന ഘടകത്തിലെ പല നേതാക്കൾക്കും വിമുഖതയുണ്ട് എന്നുള്ളതാണ്. PC ജോർജിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നതിനോട് അവർക്ക് താല്പര്യക്കുറവുണ്ട്. അങ്ങനെയെങ്കിൽ പകരമാര്, അങ്ങനത്തെ ആ ചർച്ചയാണ് അത് വീണ്ടും K. സുരേന്ദ്രനിലേക്ക് എത്തിക്കുന്നതും. K. സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. K. സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കണം. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ PC ജോർജിന് ആ സീറ്റിലെ ക്ലെയിം അത് മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എന്താണെങ്കിലും K. സുരേന്ദ്രൻ മത്സരിക്കാൻ താല്പര്യമല്ല എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൂടി ദേശീയ നേതൃത്വം മുഖവിലേക്ക് എടുക്കും. അതുകൂടെ കാണും. മാത്രമല്ല BJPയുടെ ജില്ലാ അധ്യക്ഷന്മാർ മത്സരിക്കണമോ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ അതിലൊരു അന്തിമ ധാരണ എത്തുക സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലും അവരുടെ ചർച്ചയും ധാരണയ്ക്കൊക്കെ ശേഷമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും K. സുരേന്ദ്രൻ മത്സരിക്കാൻ താൻ ഒരുക്കമല്ല, താൻ അതിന് വിമുഖനാണ് എന്നുള്ള കാര്യം K. സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി പറഞ്ഞാൽ അത് തള്ളിക്കളയാനും അദ്ദേഹത്തിനാവില്ല. അതാണ് BJPയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമ്പോൾ ഉള്ള വിശദാംശങ്ങൾ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി